എന്നെപ്പറ്റി ഒരുപാട് നല്ല വാക്കുകൾ പറഞ്ഞു. ഒരുപാട് ചീത്ത വാക്കുകൾ പറഞ്ഞ സ്ഥലം കൂടെയാണിത്. ഏറ്റവും കൂടുതൽ ചീത്ത പറഞ്ഞ സ്ഥലമാണ് വർക്കല. പറഞ്ഞവരൊന്നും ഇപ്പം ഇല്ല. അവരെല്ലാം പറച്ച് മതിയാക്കി. ഒരുപാട് പറഞ്ഞിട്ടും ഞാൻ നന്നാകുന്നില്ല എന്നവർക്ക് തോന്നി. അവർ പറയുന്ന പോലെ ഞാൻ നിൽക്കുന്നില്ല എന്ന് തോന്നി. ജനങ്ങളുടെ മനസ്സനുസരിച്ച് ഞാൻ നിന്നതുകൊണ്ട് അവർ ഇന്ന് പറച്ച് മതിയാക്കി എന്നുള്ളതും പറയേണ്ടതുണ്ട്. എന്നാലും ഒരു ദുഃഖം എന്ന് നിന്ന് ഇവിടെ ഒരു ഓഫീസില്ലായിരുന്നു. വളരെ നാളുകളായിട്ട് എൻ്റെ വലിയൊരാഗ്രഹം ശിവഗിരി എന്ന ആ യൂണിയൻ ഉണ്ടാക്കിയതിൻ്റെ ശാസ്ത്രാനുഷ്ഠാനങ്ങൾ ആഗ്രഹപ്രകാരമാണ്. പ്രത്യേകിച്ചും ശിവഗിരി നമ്മളെല്ലാം ഗുരുവിൻ്റെ സമാധി മന്ദിരം നിൽക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് ഒരു യൂണിയൻ ഉണ്ടാകണമെന്ന ശാസ്ത്രാനുഷ്ഠാനങ്ങളുടെ ആഗ്രഹവും നിർബന്ധവും കൊണ്ട് ഉണ്ടാണ് ഈ യൂണിയനിൽ ഒരാസ്ഥാന മന്ദിരം നാളെ വരെ ഉണ്ടാകാൻ സാധിച്ചില്ല എന്ന വലിയ ദുഃഖത്തിലായിരുന്നു കഴിഞ്ഞെങ്കിൽ ഇന്ന് ദൈവദൂതനെ പോലെ ഗുരു മുമ്പിൽ കൊണ്ടുവന്ന് ജയപ്രകാശ്, ഒരുപാട് ജയപ്രകാശന്മാരുടെയുള്ള സ്ഥലങ്ങളാണ്. നല്ല ജയപ്രകാശന്മാരുമുണ്ട്, അഴുക്കുകളുമുണ്ട്. പറയുമ്പോൾ ചിരിച്ചു പോകുമ്പോൾ അവർക്ക് കാര്യം മനസ്സിലായിട്ടാണെന്ന് എനിക്കറിയാം. ഈ പലർക്കും ഒരു ജയപ്രകാശിനെ വിളിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ ഈ ജയപ്രകാശ് വന്നുവിടുന്ന വാക്കല്ല, പ്രവൃത്തിയാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒറ്റ ദിവസം കൊണ്ട് വില പറഞ്ഞ് പിറ്റേ ദിവസം കോടികൾ കൊടുത്തുകൊണ്ട് ഭരണസ്ഥാന മന്ദിരം ആരോടും ചോദിക്കാതെ, യൂണിയനോട് ചോദിക്കാതെ, യൂണിയൻ പ്രവർത്തകരോട് ചോദിക്കാതെ, അത് എന്നോട് മാത്രം പറഞ്ഞുകൊണ്ട് 2 കോടിയോളം രൂപ വരുന്ന ഒരു സ്ഥലം പ്രാർത്ഥന മന്ദിരം എഴുതി വെച്ച ശേഷമാണ് യൂണിയൻകാർ പോലും അറിയുന്നത്. ഇങ്ങനെ ലോകക്കാലം ചെയ്യാറുണ്ടോ? സ്വന്തം പണം മുടക്കി യൂണിയൻ എഴുതി. മാത്രമല്ല അതിനോടനുബന്ധിച്ച് വേണ്ട ഓഡിറ്റോറിയം ഉൾപ്പെടെ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം ചെയ്ത് അതിനെല്ലാം ഉപരി കേരളത്തിൽ ഏക സ്വിമ്മിംഗ് പൂളുള്ള ഏക യൂണിയൻ ഇന്നിപ്പോൾ യൂണിയനാണ്. ഇതിനെല്ലാം വലിയ മനസ്സുള്ള ജയപ്രകാശിൻ്റെ പ്രകാശം ഇവിടെ ഏൽക്കുന്നു. അദ്ദേഹത്തിന് നന്മ എത്ര പറഞ്ഞാലും ഏറെയായില്ല. മറ്റു പലരും ഒരു കല്ല് പരിസ്ഥിതി കൊടുത്തിട്ട് അത് ഫോട്ടോക്കാരെ വിളിച്ച് അത് പ്രദർശിപ്പിച്ച് അതിൽ പ്രചരണം നടത്തുകയും ഫോട്ടോ എടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ശൈലിയാണെങ്കിൽ ജയപ്രകാശ് ഒരു കൈ കൊണ്ട് കൊടുക്കുന്നു, മറുകൈ അറിയരുതെന്ന് നിർബന്ധവും ഞാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യം ആരോടും പറയരുതെന്നാണ്. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ ആരോടും പറയാതെ അവിടേക്ക് വേണ്ട സകല കാര്യങ്ങൾ എന്തിരുന്നാൽ ഈ ഗ്ലാസ് വരെ അവിടെ കപ്പ് ഗ്ലാസ് ഒരു ഭക്ഷണം കഴിക്കുന്നത് വിളമ്പാനുള്ള പലരുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ സകലം മെയിൻ്റനൻസ് നടത്തി പക്ക ആയിട്ട് അവിടെ പണം മുടക്കി ലക്ഷങ്ങളല്ല കോടികൾ കൂടുതൽ മേടിച്ചതിനേക്കാൾ പിന്നെ എത്രയോ കോടികൾ മുടക്കിയാണ് അതിപ്പോൾ മനോഹരമായി സുന്ദരമാക്കി കേരളത്തിലെ നമ്പർ 1 യൂണിയനിൽ ഒന്നായി അത് നിർത്തിയ ആസ്ഥാനമുണ്ട്. ജയപ്രകാശിന് എത്ര നന്ദി പറഞ്ഞാലും ഒക്കെയില്ല. കാരണം നന്ദി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം ജയപ്രകാശ് എല്ലാം സമ്പാദിച്ചപ്പോൾ ജയപ്രകാശ് കിട്ടുന്നില്ല, യൂണിയൻകാർക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം യോഗത്തിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. ഇങ്ങനെ യോഗത്തിൻ്റെ മുകളിലേക്കാണ് ഈ സമ്പാദ്യങ്ങളെല്ലാം ചെന്ന് കയറുന്നത്. അങ്ങനെ യോഗത്തിൻ്റെ ഒരു സമ്പാദ്യത്തിലേക്ക് കോടി നിമിഷം കൊണ്ട് സമ്പാദിച്ചു തരാനും അത് ഇവിടുത്തെ പ്രത്യേകതകൾക്ക് ഇവിടുത്തെ വനിതാസംഘം യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെ എല്ലാവർക്കും പ്രത്യേകം ആസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് തയ്യാറാക്കി തന്ന ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനവും സമർപ്പണവും കൂടെ നടക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറെ അഭിമാനിക്കാം. പ്രത്യേകിച്ചും മക്കള യൂണിയൻകാർക്ക് ഏറെ അഭിമാനിക്കാം. പുറന്നിരുന്ന് നിന്ന ആളുകൾക്ക് ഇന്ന് അവർ കുറ്റങ്ങൾ മതിയാക്കി എന്നും ഏറെ കുറ്റം പറയാൻ മാത്രം നടക്കുന്ന കുറേ ആളുകളുടെയുണ്ട്.
നന്മകൾ പറയുകയില്ല. നിങ്ങൾ നന്മ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നന്മ ചെയ്യുന്നവരെ കുറ്റമെങ്കിലും പറയാതിരിക്കാനുള്ള വാസന വർക്കലക്കാർക്ക് കുറേയെങ്കിലും ഉണ്ടാകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളെല്ലാം നന്മ പറയുന്നതായതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഏറ്റത്. പക്ഷെ എന്നും മാറി കുറ്റം പറയുന്ന കുറേ ആളുകളുണ്ട്. അത് നമ്മൾ വളർച്ചയ്ക്ക് നല്ലതല്ല, സംഘടനാ പ്രവർത്തനം നല്ലതല്ല, നമ്മുടെ ഉയർച്ചയ്ക്ക് നല്ലതല്ല, നമ്മുടെ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് നല്ലതല്ല. ഒന്നായാലേ നന്നാകും. നന്നാണെന്ന് നമ്മൾ ഒന്നാണ്. ഒരുപാട് എന്നെ വിമർശിച്ചിട്ടുണ്ട്. നീ എന്നെപ്പറ്റി എന്താ ഒരു കുടകൻ, നണ്ടൻ, മണ്ടൻ, കള്ളുവെച്ചുടക്കാരൻ, മലയാളം പോലും പറയാൻ അറിയാമില്ലാത്തവൻ, പള്ളിക്കൂടത്തിൽ പോകാത്തവൻ, എന്തെല്ലാം കഥകളാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടത്. ഇതെല്ലാം സഹിച്ചു. അപ്പോഴും എനിക്കറിയാം എൻ്റെ സമുദായം എവിടെ കിടക്കും.